യുധിഷ്ഠിരൻ യജ്ഞകുണ്ഡത്തിനടുത്ത് നിന്ന് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ മന്ത്രണം നിലച്ചു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി: സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, മഹാമയൻ ഭീഷ്മർ, മഹാഗുരു ദ്രോണർ, പൂജ്യരായ ഋഷികളെ, ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെ, ഞാനും എൻ്റെ 4 സഹോദരങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ നിങ്ങളെയെല്ലാം സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങൾ നാടിൻ്റെ സമൃദ്ധിക്കും ശാന്തിക്കുമായി രാജസൂയ യജ്ഞം നടത്തുകയാണ്. സൗഭാഗ്യവശാൽ ഈ യജ്ഞ കാർമ്മികനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ആഗതനായി. ഇന്ന് ഈ ശുഭമുഹൂർത്തത്തിൽ യജ്ഞകാർമ്മികന്റെ പാദങ്ങൾ കഴുകിച്ച് അദ്ദേഹത്തിന്റെ ശുഭഹസ്തങ്ങളാൽ യാഗത്തിന്റെ ആദ്യ കൂവുകളും ചമതയും അർപ്പിക്കട്ടെ. നിങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും കൃപാനുഗ്രഹങ്ങളാൽ നമ്മുടെ രാജ്യത്തിന് സമൃദ്ധി ഉണ്ടാവട്ടെ. ഇന്ന് പൗർണമി ആയതുകൊണ്ട് യജ്ഞശേഷം നാമെല്ലാം ചേർന്ന് ഇന്ദുമതീക്കരയിൽ പന്തി ഭോജനം നടത്തും. അദ്ദേഹം അമാത്യന് നേരെ അർത്ഥദൃഷ്ടിയോടെ നോക്കി. അയാൾ പല നദികളിലെ വെള്ളം നിറച്ച ഒരു സ്വർണ്ണക്കൊടവും ഒരു സ്വർണ്ണ തളികയുമായി എത്തി. യുധിഷ്ഠിരൻ തളിക ശ്രീകൃഷ്ണന്റെ പാദങ്ങളിലേക്ക് എടുത്തു വെച്ചു. സദാ സൂക്ഷ്മ ദൃഷ്ടിയോടെ എൻ്റെ പാദങ്ങളിൽ നോക്കാറുള്ള യുധിഷ്ഠിരൻ തളികയിൽ ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ വെച്ച് സ്വർണ്ണകുംഭത്തിലെ വെള്ളം അതിലേക്ക് ഒഴിച്ചു. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാർ സാഗൂതം ഇത് നോക്കിയിരുന്നു. കാൽ കഴുകി കഴിഞ്ഞപ്പോൾ തളികയിലെ വെള്ളത്തിൽ നിന്നും കുറച്ച് വലത് കൈയിലെടുത്ത് ധ്യാനിച്ച് പ്രാശനം നടത്തി. പിന്നെ പട്ടുനൂലുകൊണ്ടുള്ള ഉത്തരീയമെടുത്ത് ഭക്തിപൂർവ്വം അദ്ദേഹത്തിൻ്റെ കാലുകൾ തുടച്ചു. ഞാൻ ആ കാലിലെ നീല നിറമാർന്ന പെരുവിരൽ ശ്രദ്ധിച്ചു. എൻ്റെ ശരമേറ്റ വ്രണം അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ കണ്ടില്ല. ഋഷി അഗ്നിഹോത്രൻ തീയാളുന്ന ഒരു തളിക മന്ത്രത്താൽ ജപിച്ച് യജ്ഞകുണ്ഡത്തിലേക്കിട്ടു. ആ തീയിൽ അർപ്പിക്കുവാനായി ശ്രീകൃഷ്ണൻ ആറ്റുദർഭയുടെ ഒരു കെട്ടുയർത്തി മുന്നോട്ടാഞ്ഞു. അദ്ദേഹം അത് യജ്ഞകുണ്ഡത്തിലേക്ക് അർപ്പിക്കുവാൻ പോകവേ രാജാക്കന്മാരുടെ ഇടയിൽ നിന്നും ചേതി രാജാവായ ശിശുപാലൻ എഴുന്നേറ്റു. ഗദയെടുത്ത് ചുമലിൽ വെച്ച് തീവ്രമായി വിരോധം സ്ഫുരിക്കുന്ന ശബ്ദത്തിൽ അലറി: നിർത്ത്! പോരിന് നിൽക്കുന്ന കാട്ടുപോത്ത് പോലെ തോന്നിയ അയാളെ കണ്ടിട്ട്. അയാളുടെ ശബ്ദം ഇടിവെട്ടും പോലെയായിരുന്നു. എല്ലാവരും അത്ഭുതസ്തബ്ധരായി അയാളെ നോക്കി. തീപാറുന്ന കണ്ണുകൾ യുധിഷ്ഠിരനിൽ പതിപ്പിച്ച് മൂക്കും ചീറ്റി ക്രോധത്തോടെ അയാൾ പറഞ്ഞു: കുരുക്കളുടെ ശ്രേഷ്ഠകുലത്തിൽ ജനിച്ച യുധിഷ്ഠിര, ഒരു നിസ്സാരനായ ഇടയ ചെറുക്കനെ ഈ മഹായജ്ഞത്തിന്റെ യജ്ഞകാർമ്മികനാക്കി എന്താണ് താങ്കൾ ആര്യാവർത്തത്തിലെ ക്ഷത്രിയരെ ഞങ്ങൾ അവമാനിക്കുകയാണോ? അതാണോ അങ്ങയുടെ നീക്കം? അയാളുടെ വക്ഷസ് ഉയർന്നതാണ്. മനസ്സിലെ വെറുപ്പ് പുറത്തേക്ക് നുരയിട്ട് വന്നു. ജരാസന്ധന്റെ സേനാധിപതിയും രുക്മിണീകാന്തനുമായതുകൊണ്ട് ശ്രീകൃഷ്ണനോട് അയാൾക്ക് വിരോധമായിരുന്നു. ശിശുപാലൻ ശ്രീകൃഷ്ണനെ നിസാരനായ ഇടയച്ചെറുക്കൻ എന്ന് പറഞ്ഞത് എനിക്ക് തീരെ രസിച്ചില്ല. സാക്ഷാൽ ഭീമനും അജയനായ അർജുനനും ക്രോധത്താൽ ഗദയും ചാപവും എടുത്ത് എണീറ്റു. ചമതക്കൊട്ട് തീയിലേക്കെറിഞ്ഞ് നീവരുന്ന കൃഷ്ണന്റെ കൈകൾ അവരോട് ശാന്തനാവുവാൻ പറഞ്ഞു. അവർ ഇരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒരു ക്ഷത്രിയനായിരുന്നിട്ട് പോലും ശ്രീകൃഷ്ണൻ ഒരു ഇടയനായി തന്നെ ജീവിതം കഴിക്കേണ്ടി വന്നു. ദൈവം ഒരു കുസൃതി കുട്ടിയെ പോലെയാണ്. കുട്ടികൾ കൈ കിട്ടിയ സ്വർഭഭൂഷണം കാൽക്കൽ മണ്ണിലെറിയുകയും മണ്ണിൽ കിടന്ന വിറക് കൊള്ളി കയ്യിലെടുക്കുകയും ചെയ്യും പോലെ ദൈവം വീരപുരുഷന്മാരെ മണ്ണിലെറിയുകയും കർമ്മനിഷ്ഠരല്ലാത്ത ഭീരുക്കളെ ശിരസിലേറ്റുകയും ചെയ്യും. ആരും തന്നെ എതിർക്കുന്നില്ലെന്ന് വിശ്വാസമായപ്പോൾ ശിശുപാലൻ ഇരിപ്പിടം വിട്ട് നേരെ യജ്ഞവേദിക്ക് അടുത്തെത്തി. ഗദ നിയന്ത്രിച്ച തൻ്റെ കൈ അങ്ങിങ്ങ് വീശി കൂടുതൽ ദേഷ്യത്തോടെ വീണ്ടും പുറഞ്ഞു തുടങ്ങി. അയാളുടെ വായിൽ നിന്നും അഗ്നിജാലുകൾ കലർന്നു തന്നെയാണ് പുറത്തു വന്നത്. എല്ലാം വിവേകശൂന്യമായ വാക്കുകളായിരുന്നു. ഈ മണ്ഡപത്തിൽ ഈ ഇടയ ചെറുക്കനേക്കാൾ മുന്തിയ അനേകം സൂര്യപുത്ര പവാന്മാർ വീരന്മാരുമുണ്ട്. നിങ്ങൾ എന്ത് കരുതിയാണ് അവനെ തിരസ്കരിക്കുന്നത്? ഇവിടെ മഹാമയൻ ഭീഷ്മ പിതാമഹനുണ്ട്, ധൃതരാഷ്ട്ര മഹാരാജാവുണ്ട്, യുവരാജാവായ ദുര്യോധനനുണ്ട്, ദുശാസനുണ്ട്, മാതൃരാജാവായ ശല്യനുണ്ട്, സിന്ധുരാജാവായ ജയദ്രഥനുമുണ്ട്, ശകുനിയുമുണ്ട്, പാഞ്ചാല രാജാവായ ദ്രുപദനുണ്ട്. ഈ വീരപരാക്രമികൾ ഒന്നുമല്ലാങ്ങിട്ട് ബ്രഹ്മ തേജസ്വികളായ പൈല്യർ, ധൗമ്യൻ, ദ്രോണർ, കൃപർ, വിദുരർ, അശ്വത്ഥാമാവ് തുടങ്ങിയ സംപൂജരായിട്ട് ഈ കറുത്ത ഇടയചെറുക്കനെ മാത്രമേ നിങ്ങൾക്ക് പൂജിക്കുവാൻ കിട്ടിയുള്ളൂ. അവന്റെ കരിനീല നിറമാണ് നിങ്ങളെ മോഹിപ്പിച്ചതെങ്കിൽ അതിലും ആകർഷണീയതും ആശ്ചര്യവും ജനിപ്പിക്കുന്ന സ്വർണ്ണകവചം ധരിച്ച കുണ്ടലധാരിയായ ശ്രേഷ്ഠവീരനായ അംഗരാജാവ് കർണനുണ്ടല്ലോ ഇവിടെ. അയാളെ നിങ്ങൾ കണ്ടില്ലേ? അയാൾ ഓരോ ആളുടെയും ഇരിപ്പിടത്തിന് മുമ്പിലൂടെ നടന്നു വന്ന് അവസാനം എൻ്റെ നേരിൽ വിരച്ചൂണ്ടി. എനിക്കിത് നന്നായി തോന്നിയില്ല. എങ്ങനെ തോന്നും? ലോകത്തെ കൗതൂഹലപ്പെടുത്തുന്ന കവചകുണ്ടലം ധരിച്ച എന്നെ ആരും സാമ്രാട്ടായിട്ടല്ല സാരഥിയായി ഗവനിച്ചിരുന്നു. അയാൾ വെറുതെ ഭ്രാന്ത് പറയുകയായിരുന്നു.
അയാൾ ഭ്രാന്തനെ പോലെ നാവിട്ടടിച്ചു. ഇവരെല്ലാം വെടിഞ്ഞ് കാട്ടിൽ പശുവിൻ്റെ വാല് പിടിച്ചലയുന്ന ഈ ഇടയ ചെറുക്കനെ നിങ്ങൾ മഹായജ്ഞത്തിൻ്റെ കാർമ്മികനാക്കിയത് എന്തിനാണ്? അതുകൊണ്ട് നിങ്ങൾ തൃപ്തിയായില്ല. നിത്യവും പശുവിൻ്റെ ചാണകവും മൂത്രവും ചവിട്ടി മലിനമായ കാണുകൾ കഴുകിയേ നിങ്ങൾക്ക് മതി വരുള്ളൂ, അതും ഈ ക്ഷത്രിയരുടെ മുമ്പിൽ വെച്ച് തന്നെ. ഇതെല്ലാം പ്രാണഭേദകമായ അപമാനമാണെങ്കിൽ മറ്റെന്തെല്ലാമാണ്? നിങ്ങളുടെ പുതിയ രാജധാനിയെ ഒരു ആലയാക്കാനാണോ നിങ്ങളുടെ ഉദ്യമം? അയാളുടെ ഉദ്ധീരണങ്ങൾ കേട്ട് കോപം അടക്കാതെ വയ്യാതെ ഭീഷ്മ പിതാമഹനും സഹദേവനും തൽക്ഷണം എഴുന്നേറ്റു. എന്നാൽ ശ്രീകൃഷ്ണന്റെ ആംഗ്യം എല്ലാവരെയും ഇരുത്തി. ശിശുപാലൻ വിവേകശൂന്യനായി എന്തെല്ലാമേ പുലമ്പിക്കൊണ്ടേയിരുന്നു. ഇടയ പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യുന്ന കാമകനർത്തനാണിവൻ. സ്വന്തം അമ്മാവനെ കൊന്ന കുലദ്രോഹി, ജരാസന്ധന്റെ പൗരുഷത്തിന് പുറംതിരിഞ്ഞു നിന്ന ഭീരു. ക്ഷത്രിയരും ബ്രാഹ്മണരും തീർത്ത ഈ പുണ്യയജ്ഞത്തിന്റെ ഹവിസിനായി മധുരയിലെ ഗോശാലകളിൽ നിന്നും പാൽ കലശങ്ങളിൽ നിറച്ചു വന്ന് അതിൻ്റെ വില കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവാനാണ്? ആ പവിത്രമായ സ്വർണ്ണ സിംഹാസനത്തിലിരുന്ന് ഉന്നത കുലജാതനായ ക്ഷത്രിയനാൽ ആ ലക്ഷണം കെട്ട കാലു കഴിയിക്കാൻ നിങ്ങൾ ലജ്ജിക്കുന്നില്ലേ? ചൈത്രമാസത്തിൽ പ്ലാശ പൂക്കും പോലെ ക്രോധം കൊണ്ട് അന്ധനായ ശിശുപാലൻ ജ്വലിച്ചു. അയാളുടെ കഴുത്തിലെ ഞരമ്പുകൾ ഞാണുപോലെ വലിഞ്ഞു. അയാളുടെ ഓരോ വാക്കും കേട്ടു നിന്നവരുടെ ഹൃദയത്തിൽ ഭയത്തിൻ്റെ അലകൾ ഉയർത്തിക്കൊന്നു. സർപ്പഭണം പോലെ ശ്രീകൃഷ്ണന്റെ കഴുത്തുയർന്നു. 2 കൈകളും കുത്തി ശിശുപാലനോട് ശ്രദ്ധിച്ചിരിക്കുവാൻ അവസാനത്തെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ശിശുപാലൻ, നിന്റെ 99 അപരാധങ്ങളും ഞാൻ ഇന്നുവരെ സഹിച്ചു. നിന്റെ 100 അപരാധങ്ങളും ഞാൻ സഹിക്കുമെന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്കുകൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഏത് നിമിഷവും നിന്റെ ജീവിതത്തിലെ അന്തിമരേഖ അടുത്തു വരികയാണ്. സംയമനം പാലിച്ച് ജാഗ്രത പാലിക്കുക. യുദ്ധത്തിലെന്നുമല്ല മറ്റിടങ്ങളിലും സംയമനം പാലിക്കുകയാണ് ഈ ക്ഷത്രിയ ധർമ്മം. എൻ്റെ സഹനശക്തിയെ അതിൻ്റെ നെല്ലിപ്പലക വരെ എത്തിച്ചാൽ അതിൻ്റെ സംഹാരശക്തി സുദർശനമായി രൂപാന്തരപ്പെടും. തത്വശാസ്ത്രം വിളമ്പുന്ന ഭീരു, പുരുഷാർത്ഥമാണ് ക്ഷത്രിയൻ്റെ യഥാർത്ഥ ധർമ്മമെന്ന് കരുതുന്ന ക്ഷത്രിയനാണ് നീയെങ്കിൽ വാ, ഈ യാഗമണ്ഡപത്തിൻ്റെ മധ്യഭാഗത്തിൽ വാ. എന്നോട്, ഈ ചേരി രാജാവിനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാം. കയ്യിലെ ഗദ ദൂരെ എറിഞ്ഞ് അയാൾ ശ്രീകൃഷ്ണനെ നോക്കി ഉള്ളം കൊണ്ട് ഭുജങ്ങളിൽ അടിച്ചുകൊണ്ട് വിളിച്ചു. ആ വെല്ലുവിളി ആളുകളുടെ ചെവികളിൽ തുളച്ചു കയറി. ശ്വാസവും നിലച്ചു. ശിശുപാല, നിന്റെ കളികൾ അവസാനിച്ചു എന്ന് വിളിച്ചു പറയുവാൻ എനിക്ക് തോന്നി. മടവരെ ചെന്നാൽ ചേരയും കിടക്കുമെന്നുണ്ടല്ലോ. പെട്ടെന്ന് 1000 വാദ്യങ്ങളുടെ കർക്കശബ്ദം മണ്ഡപത്തിൽ മുഴങ്ങി. ആ ശബ്ദങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ആർക്കും മനസ്സിലായില്ല. എൻ്റെ കൺമുമ്പിൽ തേജോഗോളങ്ങൾ കറങ്ങി. എല്ലാവരുടെ കണ്ണുകളും ശ്രീകൃഷ്ണനിലായിരുന്നു. നീലത്തണ്ടിലെ നീലത്താമര പോലെ ശ്രീകൃഷ്ണന്റെ നീലവലമാർന്ന മുഖത്ത് ഭീകരത നിഴലിട്ടു. അദ്ദേഹം ആ വിശല നയനങ്ങൾ അടച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ നീലത്താമര പോലെ ഇരുന്ന മുഖം തീക്കനൽ പോലെ ചുവന്നു. അദ്ദേഹത്തിന്റെ കിരീടത്തിന്റെ മുന മണ്ഡപത്തിന്റെ മേൽത്തട്ടിൽ തൊടുന്നതായി തോന്നി. ആ ശരീരം വളരുന്നതനുസരിച്ച് എൻ്റെ ശരീരം ചുട്ടുപൊള്ളിത്തുടങ്ങി. ഞാനിരുന്ന ഇരിപ്പിടം തന്നെ ഉരുകിപ്പോകുന്നതായി എന്ന് എനിക്ക് തോന്നി. ശരീരമാസകലം ഉഷ്ണപ്രസരമായിരുന്നു. അല്പനിമിഷം മുമ്പ് ചമതി ഒടുത്തിരുന്ന കൈകൾ അതേ ആയാസത്താൽ ഭാരമേറിയ ഒരു ഗദ പൊക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഭാഗത്തെ കൈകളിൽ തേജോവലയമിട്ട് തിരിയുന്ന ചക്രങ്ങൾ മുഴങ്ങുന്ന സഹസ്രവ്യാധ്വനികളെ ഭേദിച്ചുകൊണ്ട് മേഘഗർജനത്തെ തോൽപ്പിക്കുന്ന ഒരു ശബ്ദവും കേട്ടു. ശിശുപാല, നിന്റെ 100 അപരാധങ്ങൾ കഴിഞ്ഞു. ഇനി വിശ്വകർമാവായ ബ്രഹ്മാവിന് പോലും നിന്റെ ജീവൻ രക്ഷിക്കുവാനാവില്ല. ക്ഷത്രിയന്റെ മിഥ്യാഭിമാനം മൂലം ഉന്മത്തനായ ദുർബല ചേരയും മടവരും ചെന്നാൽ കടിക്കുമെന്ന കാര്യം നീ മറന്നു. മരണമെന്ന സത്യത്തെ അഭിമുഖീകരിക്കുവാൻ ധീരമായി സന്നദ്ധനായിക്കൊള്ളുക. നിനക്കിനി 101 അപരാധം ചെയ്യേണ്ടതായി വരില്ല. അതിന് നിനക്കിനി അവസരം കിട്ടുകയുമില്ല. അടഞ്ഞ ആ വിശാല നയനങ്ങൾ തുറന്നു. ശിശുപാലനെ ലക്ഷ്യമാക്കി കയ്യിൽ തേജോവലയം സൃഷ്ടിക്കുന്ന ചക്രം അയച്ചു. ഭയങ്കര ദേവദാരു വൃക്ഷം കൊടുങ്കാറ്റിലാടും പോലെ ശിശുപാലൻ വിറച്ചു. പർവ്വതം പോലെ ഉറച്ചു നിന്നവൻ ഒരു മൺകൂന പോലെയായി. അല്പനിമിഷം മുൻപ് ക്ഷത്രിയ അഭിമാനം മൂലം ചുവന്ന് അയാളുടെ മുഖം മരണഭയത്താൽ കറുത്തു. യജ്ഞമണ്ഡപത്തിൽ ആഗമനം ഭയാനകത നിറഞ്ഞു. ധും എന്ന കർക്കശബ്ദത്തോടെ ചക്രം ശിശുപാലന് നേരെ ചെന്നു. എൻ്റെ മനസ്സ് കൗതുകം കൊണ്ടും അത്ഭുതവും കൊണ്ടും ഉത്സാഹം കൊണ്ടും കരുണയും കൊണ്ടും നിറഞ്ഞു. പ്രാണഭയം കൊണ്ട് വ്യാകുലപ്പെട്ട ശിശുപാലൻ പ്രകാശം ചൊരിയുന്ന ആ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി മറ്റു രാജാക്കന്മാരുടെ ഇരിപ്പിടങ്ങളിൽ പിറകിൽ ഒളിക്കുന്ന കാഴ്ച ദയനീയമായിരുന്നു. അയാളുടെ വേവലാതി കണ്ടാൽ ജീവിച്ചിരിക്കുവാനുള്ള കൊതി എത്ര തീവ്രമാണെന്ന് മനസ്സിലാക്കാം. അല്പം മുമ്പ് ശ്രീകൃഷ്ണനെ ഭീരുവെന്ന് വിളിച്ച ശിശുപാലൻ തൻ്റെ മുമ്പിൽ മരണത്തെ കണ്ട് ഓടുകയാണ്. ശിശുപാലൻ മറ്റ് രാജാക്കന്മാരുടെ പിറകിൽ ഒളിക്കുമ്പോൾ ആ പ്രകാശവലയത്തിൽ നിന്ന് രക്ഷ നേടുവാനായി രാജാക്കന്മാർ ഇരിപ്പിടം വിട്ട് ഓടിത്തുടങ്ങി. യുദ്ധാങ്കണത്തിൽ രാക്ഷസനെ പോലെ അലറുന്ന വിക്രമികളായ യോദ്ധാക്കൾക്ക് ആ ചക്രത്തിനു മുമ്പിൽ നിമിഷ നേരം പോലും പിടിച്ചു നിൽക്കുവാനായില്ല. മണ്ഡപത്തിലെ ഇരിപ്പിടങ്ങളെല്ലാം ഒഴിഞ്ഞു.
ഭയന്ന ശിശുപാലനായി ഇരിപ്പിടങ്ങളും വിട്ടു. അസഹ്യ തേജസ്സാർന്ന ജ്വാലകൾ മുഖത്ത് തട്ടി കത്തിയിരിക്കുവാൻ കൈകളാൽ അയാൾ മുഖം മറിച്ചു. അല്പം മുമ്പ് കണ്ട അവൻ്റെ ക്ഷത്രിയത്വം പാടെ നശിച്ചു. ഓടി ഓടി തൻ്റെ കാൽ താനറിഞ്ഞാതെ ഗദയിൽ തട്ടി. അയാളുടെ സമനില തെറ്റുകയും പർവ്വതത്തിൽ നിന്ന് പാറ കണക്കെ നിലംപൊത്തുകയും ചെയ്തു. ചക്രം അയാളിൽ തുളച്ചു കയറുവാൻ തുടങ്ങവേ അയാൾ ഇരിപ്പിടങ്ങൾക്ക് നിന്ന് നുഴഞ്ഞു. ചക്രത്തിൻ്റെ അസാമാന്യമായ ചൂടിൽ ഗദ ഉരുകിപ്പോയി. മണ്ഡപത്തിലും അത് ദഹിപ്പിച്ചു കളയുമോ എന്ന ഭയത്തിൽ ഋഷികളും മണ്ഡപം വിട്ടു. മണ്ഡപത്തിൽ ഞാനും ശിശുപാലനുമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ചക്രത്തിൻ്റെ കർക്കധ്വനി തീവ്രമായി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ശരീരം തന്നെ മറന്ന് ഇരിപ്പിടത്തിലിരുന്ന് ആ അപൂർവവും ഭീഷണവുമായ രംഗം കാണുവാൻ ഇടയായി. എനിക്ക് ഇക്കാലം വരെ ഇത്ര ദിഭ്രമം സംഭവിച്ചിട്ടില്ല. ശ്രീകൃഷ്ണൻ, ഈ ഒരൊറ്റ വാക്കിൽ ഉൾക്കൊണ്ട അത്ഭുത രഹസ്യം എൻ്റെ ചിത്തത്തെ ഭ്രമിച്ചു കളഞ്ഞു. ശിശുപാലൻ ഓടി എൻ്റെ ഇരിപ്പിടത്തിന് മുമ്പിലെത്തി. ക്ഷണനേരം ഞങ്ങളുടെ ദൃഷ്ടികൾ പരസ്പരം കണ്ടു. തുഷാര ബിന്ദുക്കളാൽ താമര പോലെ ശ്വേതബിന്ദുക്കളായ അയാളുടെ രക്തവർമ്മമാർന്ന മുഖം നനഞ്ഞിരുന്നു. എത്ര അപാരമായ, കരുണാർദ്രമായ, ഭയാനുകൂലമായ, ഹൃദയഭേദകമായ കാഴ്ചയാണിത്! പശ്ചാത്താപം അയാളുടെ കണ്ണുകളിൽ സന്നിവേശിച്ചു. ഒരു വിസ്തൃത രാജ്യത്തെ അഭിഷിക്തനായ രാജാവായിരുന്നിട്ടും മരണമെന്ന കവാടത്തിനു മുമ്പിൽ അയാൾ നിസ്സാരനായ ഭിക്ഷാന്തേഹിയായിരുന്നു. എന്നിട്ടും ആ ദയനീയാവസ്ഥയിൽ ക്ഷത്രിയൻ എന്ന അഹങ്കാരം അയാൾ ഉപേക്ഷിച്ചിരുന്നില്ല. കാരണം എന്നെ കണ്ടിട്ടും പ്രാണഭയത്താൽ കർണ രക്ഷിക്കൂ എന്ന് അയാൾ കരഞ്ഞപേക്ഷിച്ചില്ല. ഈ അവസ്ഥയിലും അയാൾ ഒരു ക്ഷത്രിയനാണെന്നും ഞാൻ സൂതരാജാവാണെന്നും അയാൾ മറന്നില്ല. ചക്രം പഴയപടി ചൂളം പിടിച്ചുകൊണ്ട് ശിശുപാലനെ പിന്തുടർന്നുകൊണ്ട് ഇരിപ്പിടത്തിൽ മുമ്പിലെത്തി. എന്നിട്ടും ഞാൻ ശാന്തനായിരിക്കുന്നതുകൊണ്ട് അയാളുടെ അഭിമാനമാർന്ന ക്ഷത്രിയ മനസ്സ് ആളി. ഈ ചക്രം ഒരു സൂതപുത്രനെ പീഡിപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ എനിക്കെങ്ങനെയാണ് അപകടമുണ്ടാവുമെന്ന് ചിന്തിച്ച് പെട്ടെന്ന് അയാൾ മറ്റൊന്നും ചിന്തിക്കാതെ സുദർശനത്തിലേക്ക് കൈ നീട്ടി. പക്ഷെ തൽക്ഷണം അയാളുടെ കൈ കരിഞ്ഞുപോയി. അയാളുടെ ധൈര്യം വീണ്ടും തകർന്നു. ഭയന്ന മുയലിനെ പോലെ അയാൾ ചാടി എൻ്റെ പിറകിലെത്തി. പാമ്പ് മാളത്തിലൊടിക്കും പോലെ എൻ്റെ ഇരിപ്പിടത്തിനടിയിലേക്ക് തല പൂഴ്ത്തി ഒളിച്ചു. സുദർശനം ഭയങ്കര വാരത്തോടെ എനിക്ക് ചുറ്റും ചുറ്റിത്തുടങ്ങി. ഞാൻ ആരാണ് എന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല. ശിശുപാലൻ്റെ ഗത പോലെ എൻ്റെ ശരീരവും ചുട്ടുപൊള്ളുന്നതായി തോന്നി. ഞാൻ വീണ്ടും ആ തേജസാർന്ന ചക്രം നോക്കി. അത് ചക്രമായിരുന്നില്ല. അസ്തമിക്കുന്ന സൂര്യദേവൻ പതിവ് പടിയുള്ള എൻ്റെ നേരെ അസ്തമാർക്യം വാങ്ങുവാനായി യജ്ഞമണ്ഡപത്തിലെത്തിയതായി എനിക്ക് തോന്നി. ഉടൻ ആസനസ്ഥൽ നിന്നും എഴുന്നേറ്റ് ഞാൻ അർഘ്യതനായ അഞ്ജലിയെ കൂപ്പി. കൈകൂപ്പുന്നിടയിൽ വെള്ളമില്ലാതെ ഞാൻ വീണ്ടും ചക്രം എന്ന പ്രദക്ഷിണം ചെയ്തു. ഞാൻ അതിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചു. എൻ്റെ മുമ്പിൽ കോടിക്കണക്ക് തേജോ കണങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നു. അത് അസംഖ്യം തേജോ കണങ്ങൾ കറങ്ങി. കർണ, ഇരിപ്പിടം ഉപേക്ഷിക്കൂ, യജ്ഞവേദിക്കടുത്തേക്ക് പോകും, മേൽപ്പുരയിൽ സ്പർശിക്കുന്ന ഒരു ദിവ്യകാരം അധികാരസ്വരത്തിൽ പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു മൂടനെ പോലെ ഇരിപ്പിടം വിട്ട് ഞാൻ യജ്ഞവേദിക്കരികിലേക്ക് നടന്നു. വേദിക്കടുത്തെത്തിയപ്പോൾ ആ ഭീമാകാരൻ ആരാന്ന് ശ്രദ്ധിച്ചു. എൻ്റെ ആകാരം അതിൻ്റെ മുട്ടുവരെ എത്തിയിരുന്നു. നിരന്തരം കറങ്ങുന്ന ദിവ്യ തേജ കണങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നു അത്. അസംഖ്യം തേജോ കണങ്ങൾ കറങ്ങുന്നു. ഞാൻ ഇരിപ്പിടം വിട്ടപ്പോൾ ചക്രം ശിശുപാലനെ പിന്തുടർന്നു. ചൂളമടി മുഴങ്ങി കേട്ടപ്പോൾ ഞാൻ ശിശുപാലനെ നോക്കി. മണ്ഡപത്തിൽ ആരുമില്ലെന്നറിഞ്ഞ അയാൾ രഥത്തിലെ കുതിരയെ പോലെ ഓടി മുഖ്യ കവാടത്തിലെത്തി. ദേഹത്തിൽ വസ്ത്രമുണ്ടോ എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇടയ്ക്കിടെ ഭയത്തോടും തനിക്കും ഛത്രത്തിനും ഇടയ്ക്കുള്ള ദൂരം എത്രയാണെന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് കൊട്ടാരപ്പണി കഴിഞ്ഞ് ബാക്കി വന്ന കല്ലുകൾക്കിടയിലേക്ക് അല്ലെങ്കിൽ മരങ്ങൾക്ക് പിറകിൽ അയാൾ ഒളിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ മനുഷ്യരെ പോലെ പ്രകൃതിയും അയാളെ രക്ഷിക്കുവാൻ സന്നദ്ധമായിരുന്നില്ല. ദൂരെ മരണവും ജീവിതവും തമ്മിലുള്ള ഈ കളി കണ്ട് ജനങ്ങൾ രോമാഞ്ചം കൊണ്ട് നൂറുകണക്കിന് മിഴികൾ ഉദ്വേഗത്തോടെ ചക്രത്തിൻ്റെ കൂടെ കറങ്ങി. എല്ലാ ആശ്രയങ്ങളും മുട്ടിയപ്പോൾ ക്ഷീണിതനായ ശിശുപാലൻ ഇക്ഷുമതി നദിയിൽ ചാടി. ചക്രത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അയാൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി. പക്ഷെ അയാളുടെ കണ്ണുകൾ മണ്ഡപത്തിൽ തന്നെയായിരുന്നു. കാലുകൾ, തുടകൾ, അര, മാറിടം, ഇങ്ങനെ അവയവങ്ങൾ ഓരോന്നായി വെള്ളത്തിൽ മുങ്ങിത്തുടങ്ങി. കഴുത്തുവരെ അയാൾ വെള്ളത്തിൽ നടന്നു. പിന്നെ അവശനായി അയാൾ നിന്നു. ഒരുപക്ഷെ അവസാന തീരുമാനം എന്ന നിലയിൽ മൃത്യുവെന്ന സത്വത്തെ അഭിമുഖീകരിക്കുവാൻ മനസ്സിനെ തയ്യാറാക്കി. നിമിഷങ്ങൾക്കകം ചക്രം അയാളുടെ കഴുത്ത് ഛേദിച്ച് കടന്നുപോയി. തണ്ടിൽ നിന്നും മുറിഞ്ഞു വീണ ചെന്താമരപ്പൂ പോലെ അയാളുടെ തല ക്ഷണനേരം കൊണ്ട് ഇക്ഷുമതിയുടെ ഉയരുന്ന അലകളിൽ അപ്രത്യക്ഷമായി. ശിശുപാലൻ്റെ ജീവിതം അവസാനിച്ചു. ചക്രവും വെള്ളത്തിലേക്ക് ഊളിയിട്ടു. ഉന്മത്തനായി സംസാരിക്കുന്ന ശിശുപാലൻ്റെ നാവും വെള്ളത്തിനടിയിൽ വെച്ച് തരിപ്പണമാക്കുന്നത് പോലെ. അസമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ഇക്ഷുമതിയുടെ വിസ്തൃതകാരം തിളങ്ങി. പക്ഷേ പതിവ് പോലെ ആ നദിയിലെ ജീവജലികൾ ശുഭ്രമായിരുന്നില്ല. അലകൾ ചുവപ്പായിരുന്നു.
കരുണ, സംഭ്രമം, വിസ്മയം, കൗതുകം മുതലായ സമ്മിശ്ര വികാരങ്ങൾ എൻ്റെ മനസ്സ് നിശബ്ദനായി. വേദിക്കെടുത്ത് ഭൂമിയിൽ നിർത്തിയ മല്ലയുദ്ധ സ്തംഭം പോലെ നിന്ന ഞാൻ ഇക്ഷുമതി നദിയിലേക്ക് നോക്കി. ഇളകുന്ന ജലജീവികളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. കേവലം ജലജീവികൾ നിശബ്ദം ഇളകി ഒഴുകുന്നു. ശ്രീകൃഷ്ണൻ ആര്? ആ ദഹിപ്പിക്കുന്ന ചക്രം അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? എന്തുകൊണ്ടാണ് അതിൻ്റെ ശക്തി എന്നിൽ പതിക്കാതിരുന്നത്? ഞാൻ ആരാണ്? വേണമെങ്കിൽ എനിക്ക് ശിശുപാലനെ ഇന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ വളരുന്ന ആകൃതിക്കകത്ത് എൻ്റെ ശരീരം ചുട്ടുപൊള്ളിയത് എന്തുകൊണ്ട്? എൻ്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു. പക്ഷെ ഒറ്റ ചോദ്യത്തിനും ഉത്തരം കിട്ടിയേയില്ല. ആ ദിവ്യ ശരീരത്തിനും എനിക്കും തമ്മിൽ എന്താണ് അന്തരം? ഇങ്ങനെ ചിന്തിച്ച് ഞാൻ മേലെ നിലയിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. യുധിഷ്ഠിരൻ നൽകിയ സ്വർണ്ണ സിംഹാസനത്തിലിരുന്ന് കൃഷാഗാത്രനും കൃഷ്ണവർണ്ണനുമായ ശ്രീകൃഷ്ണൻ താടിക്ക് കൈയും കൊടുത്ത് എന്നെ നോക്കി മന്ദം മന്ദം പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആകാരം നോക്കുമ്പോൾ ഒരു സ്വർണ്ണ സിംഹാസനം അവളെ വലുതായി തോന്നി. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്ന് മനസ്സിലായിട്ടില്ല. മണ്ഡപത്തിന് പുറത്തുനിന്ന യോദ്ധാക്കളായ രാജാക്കന്മാരും ഋഷികളും ഉടൻ ഉള്ളിലേക്ക് പ്രവേശിച്ച് സ്വർണ്ണ സിംഹാസനത്തിന് മുന്നിലിരുന്നു. ശ്രീകൃഷ്ണൻ സൗമ്യസ്വരത്തിൽ ഋഷിമാരോട് പറഞ്ഞു, സൂര്യൻ അസ്തമിക്കായി, മുഹൂർത്തം തെറ്റരുത്. രാജസൂയത്തിൻ്റെ ആദ്യ ചമത സൂര്യാസ്തമയത്ത് മുൻപ് യജ്ഞകുണ്ഡത്തിൽ പതിച്ചിരിക്കണം. അല്പം മുമ്പ് നടന്ന രോമാഞ്ചകൊഞ്ചുകമായ സംഭവങ്ങൾ മറന്ന് യജ്ഞമണ്ഡപം ശബ്ദനായി. ഋഷികൾ മന്ത്രോച്ചാരണം തുടങ്ങി. യുധിഷ്ഠിരൻ വീണ്ടും ശ്രീകൃഷ്ണന്റെ കാലുകൾ കഴിയിച്ചു. ശ്രീകൃഷ്ണൻ ശാന്തനായി എഴുന്നേറ്റ് ഒരു കെട്ട് വിറക് യജ്ഞകുണ്ഡത്തിൽ അർപ്പിച്ചു. പിന്നെ തുടരെ തുടരെ ഋഷികൾ ചമത തീയിലേക്ക് അർപ്പിച്ചു തുടങ്ങി. ചമതയുടെ പുക എൻ്റെ കൺമുൻപിൽ ഘനീഭവിച്ചു. പുക മാത്രം കണ്ണിൽ, ചമതയുടെ പുക മാത്രം. മനസ്സിൽ സംഭ്രമവും സംശയത്തിൻ്റെ പുകയും. ശ്രീകൃഷ്ണന്റെ കയ്യിൽ ചക്രമുണ്ടായിട്ട് ജരാസന്ധനിൽ എന്തുകൊണ്ട് പ്രയോഗിച്ചില്ല? ജരാസന്ധന്റെ ആക്രമണം ഭയന്ന് എന്തിന് അദ്ദേഹം ദ്വാരകയിൽ പോയി? എനിക്ക് വശീഭൂതനായ ജരാസന്ധൻ ശ്രീകൃഷ്ണനെ എങ്ങനെ അലോസരപ്പെടുത്തി? എനിക്കൊന്നും മനസ്സിലായില്ല. പുക മൂലം കണ്ണീർ തുടയ്ക്കുവാനായി ഞാൻ ഉത്തരീയത്തിൻ്റെ അറ്റം ഉയർത്തി. അപ്പോൾ എൻ്റെ ചുമലിൽ ആരോ കൈവച്ചു. അത് അശ്വത്ഥാമാവായിരുന്നു. വരൂ, യജ്ഞകുണ്ഡത്തിൽ ഒരു ചമത അർപ്പിക്കും. ശാന്തനായി ഇക്ഷുമതിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത് അയാളുടെ കൂടെ പോയി ഞാനും ഒരു കെട്ടുവിറക് കുണ്ഡത്തിൽ അർപ്പിച്ചു. യജ്ഞവേദി വിടുമ്പോൾ ദീർഘഗായകനായ അശ്വത്ഥാമാവ് പറഞ്ഞു, ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് മനസ്സിലാവാത്തത്? ഞാൻ ഈ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹം വധിച്ച ശിശുപാലൻ ആരായിരുന്നു എന്നറിയാമോ? ആരായിരുന്നു? ശ്രീകൃഷ്ണന്റെ അച്ഛപെങ്ങളുടെ മകനാണ്. ശ്രീകൃഷ്ണന്റെ അച്ഛൻ വസുദേവരുടെ നേരെ പെങ്ങളെ ചേതി രാജാവായ ദമയഘോഷന് വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. അവരുടെ പേര് ശ്രൂതപ്രസ് എന്നായിരുന്നു. ശിശുപാലൻ ശ്രൂതസ്രവസിൻ്റെയും ദമഘോഷിൻ്റെയും പുത്രനായിരുന്നു. ഞാൻ നിശബ്ദനായി നിന്നു. ഒന്നും മിണ്ടാൻ തോന്നിയില്ല. ഒരേ ഒരു ചോദ്യം മനസ്സിൽ മുഴങ്ങി, സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആരാണ്? രാജസൂയ യജ്ഞം സമാപിച്ചു. അവിസ്മരണീയമായ ഓർമ്മകളുടെ ഭണ്ഡവും പേറി ഞങ്ങൾ ഹസ്തിനാപുരയിലേക്ക് മടങ്ങി. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. രഥം ഹസ്തിനാപുരത്തിലേക്ക് കുതിച്ചു. സത്യസേനനെ മാറ്റിയ കുതിരകളുടെ കടിഞ്ഞാൻ ഞാൻ കരസ്ഥമാക്കി. ചാട്ടുകൊണ്ടടിച്ചപ്പോൾ കുഞ്ചിരോമമുയർത്തി അവ ഓട്ടം ആരംഭിച്ചു. എൻ്റെ മനസ്സും ഒരു വിധത്തിൽ അലങ്കോലപ്പെട്ടു. സ്വയംവര നാളിൽ ശ്രീകൃഷ്ണനെ കാണുവാനായി ഞാൻ പാഞ്ചാല രാജ്യത്ത് പോയിരുന്നു. പുഞ്ചിരി തൂവിക്കൊണ്ട് അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു. സന്ദർഭവശാൽ എൻ്റെ വർത്തമാനത്തിൽ ദുര്യോധനനെക്കുറിച്ചുള്ള പരാമർശമുണ്ടായപ്പോൾ അദ്ദേഹം എൻ്റെ വാക്കുകൾ തടഞ്ഞുകൊണ്ട് വിഷയം മാറ്റുന്ന വിധത്തിൽ ഒരു പ്രശ്നം ഉന്നയിച്ചു. അദ്ദേഹം ചോദിച്ചു, കർണ, കാട്ടിൽ സ്വച്ഛന്തം വിഹരിക്കുന്ന വനരാജാവിനെ ചെന്നായ്ക്കൂട്ടത്തിൽ കൊണ്ടിട്ടാൽ അവൻ്റെ സ്ഥിതി എന്താവും? മറ്റെന്തുണ്ടാവാൻ, ക്ഷണനേരം കൊണ്ട് ചെന്നായ്കളെ കൊന്നൊടുക്കും. ഞാൻ പറഞ്ഞു, പക്ഷേ ഇപ്പോഴും അങ്ങനെ സംഭവിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഭക്ഷണം തന്നെ മറന്ന്, സ്വന്തം അസ്തിത്വം തന്നെ മറന്ന് ചെന്നായ്കളെപ്പോലെ പെരുമാറാൻ തുടങ്ങിയേക്കാം. അതൊരിക്കലും സംഭവ്യമല്ല. പിന്നെ എങ്ങനെ അത് വനരാജാവാകും? ഞാൻ അദ്ദേഹത്തെ എതിർത്തു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോകട്ടെ, നിങ്ങൾ ഇന്ന് സ്വയംവരത്തിൽ പങ്കെടുക്കണ്ട, അതാവും നല്ലത്. ഞാൻ എൻ്റെ വലതുകാലിൻ്റെ പെരുവിരൽ ശരിയെന്ന അർത്ഥത്തിൽ ഉയർത്തിയാൽ മാത്രമേ പോകാവൂ. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സമ്മതം കിട്ടും വരെ കാത്തുനിന്നു. അവസാനം എനിക്ക് സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ ഒത്തില്ല. സമ്മതം തരുന്നത് കാണാതെ പോയോ എന്നറിയുവാൻ ഞാനൊരു സൂചി ബാണം അദ്ദേഹത്തിൻ്റെ പെരുവിരലിലേക്ക് അയച്ചു. പക്ഷേ ആ ബാണത്തിൻ്റെ മുറിയേറ്റ അടയാളം പോലും യജ്ഞസമയത്ത് ആ വിരലിൽ കണ്ടില്ല. ഈ ചെറിയ കാലയളവിൽ ആ അടയാളം പോലും എങ്ങനെ അപ്രത്യക്ഷിതമായി? അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മയിലെല്ലാം ഒരു രഹസ്യം കുടികൊള്ളുന്നതായി കാണാം. നമ്മെ ഭ്രാന്തിലേക്ക് തള്ളിവിടുന്ന ഒരു രഹസ്യ തത്വം. യജ്ഞസമയത്തെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തന്നെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. രഥചക്രം ദണ്ഡിന് ചുറ്റും കറങ്ങുന്നത് പോലെ എൻ്റെ മനസ്സ് ശ്രീകൃഷ്ണന് ചുറ്റും കറങ്ങി.
അദ്ദേഹം ഒരു അലൗകിക വ്യക്തിയാണെന്ന് നിഗമനത്തിലെത്തി. രക്തത്തിനടുത്തെത്തുന്ന ദുര്യോധനനോട് ഞാൻ ചോദിച്ചു, ശ്രീകൃഷ്ണനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം നീ പരാക്രമിയായ യോദ്ധാവായിരുന്നിട്ട് കൂടി ജാലവിദ്യക്കാരൻ്റെ മായയിൽ കുരുങ്ങിപ്പോവുകയോ? അയാളുടെ പുരികങ്ങൾ ഇളകി. ജാലവിദ്യക്കാരൻ? ഞാൻ ഉറക്കെ പറഞ്ഞു. എനിക്ക് ഇടിവേറ്റതുപോലെ തോന്നി. ജാലവിദ്യക്കാരനല്ലെങ്കിൽ പിന്നെന്ത്? ശരീരം മാറ്റുവാനും ഭിന്നവാദ്യങ്ങളുടെ കർക്കശ ശബ്ദങ്ങൾ ഉണ്ടാക്കുവാനും ഒരു ജാലവിദ്യക്കാരനല്ലാതെ മറ്റാർക്ക് കഴിയും? ഒരു പ്രത്യേകതയും തോന്നാതെ അയാൾ പറഞ്ഞു. അയാളുടെ മറുപടി എന്നെ പരിഭ്രാന്തിയിലെത്തി. ചിന്തകൾ സൂചി പോലെ മസ്തിഷ്കത്തിൽ തുളച്ചു കയറി. തല പിളരുന്നത് പോലെ തോന്നി. നിസ്സഹായനായി ഞാൻ നെറ്റി തടവാനായി ഇടത് കൈ ഉയർത്തി. കൈ തലയിലെ കിരീടത്തിൽ പതിഞ്ഞപ്പോൾ എൻ്റെ അത്ഭുതത്തിനെതിരില്ലായിരുന്നു. എൻ്റെ കിരീടം ദുര്യോധൻ്റെ തലയിൽ കിടക്കുന്നത് കണ്ടു. ഉടൻ ഞാൻ തലയിൽ നിന്ന് കിരീടം ഊരി നോക്കി. അത് ശ്രീകൃഷ്ണൻ്റെ കിരീടം പോലെ ഇരുന്നു. അതെങ്ങനെ എൻ്റെ തലയിലെത്തിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുതിരയുടെ പുറത്ത് ചാട്ട വീശി. വായുവേഗത്തിൽ അത് ഹസ്തിനാപുരിയിലെത്തി. പോകുമ്പോൾ ശ്രീകൃഷ്ണനെക്കുറിച്ച് മോഹിപ്പിച്ചിരുന്നു. മടങ്ങുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ചോദ്യങ്ങളുടെ ഭാണ്ഡവുമായിട്ടാണ്. അതിലൊന്ന് ശ്രീകൃഷ്ണൻ്റെ ചക്രം എന്നെ ദഹിപ്പിക്കാഞ്ഞത് എന്ത് എന്നതുകൊണ്ടാണ്. എൻ്റെ അഭേദികമായ കവചം കാരണമോ? മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ആജ്ഞ കേട്ട് അനുസരണശീലനായി ഞാനെങ്ങനെ യജ്ഞവേദിയിലേക്ക് നടന്നു. മൂന്നാമതായി, ശ്രീകൃഷ്ണൻ്റെ കിരീടം എൻ്റെ തലയിൽ ആര് എപ്പോൾ വെച്ചു? ഞങ്ങൾ ഹസ്തിനാപുരിയിലെത്തി. പക്ഷേ ദുര്യോധനൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. രാത്രി അയാൾ ഉറക്കയിൽ എഴുന്നേറ്റ് നടന്നു. കട്ടിലിനടുത്ത് വെച്ചിരുന്ന ഗദയെടുത്ത് ചുമലിൽ വെച്ച് ഇനിയൊരു നിമിഷം ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അയാൾ കൊട്ടാരത്തിന് പുറത്തേക്ക് ഓടുവാൻ ശ്രമിച്ചു. ഭാര്യ ഭാനുമതി ചൂടുള്ള നെറ്റിയിൽ വെള്ളം തടവി. ചുമലിളക്കി താൻ ഹസ്തിനാപുരിയിലാണെന്ന് ധരിപ്പിച്ചു. ഓർമ്മ തെളിഞ്ഞപ്പോൾ പിന്നിൽ കൈകോർത്ത് ഗുഹയിൽ സിംഹം കണക്ക് കൊട്ടാരത്തിൽ നടന്നു. ചിലപ്പോൾ അർദ്ധരാത്രി പോലും ഭൃത്തിനെ വിട്ട് എന്നെ വിളിപ്പിക്കും. എൻ്റെ അടുത്തുള്ളപ്പോൾ അയാൾ 2 വിരലുകൾ പരസ്പരം മുറുക്കി. നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹം എന്നെ അലോസരപ്പെടുത്തും. കർണ, പാണ്ഡവരുടെ യജ്ഞത്തിൽ മൃഗങ്ങളെ എണ്ണിക്കഴിഞ്ഞിട്ടും ഞാൻ ജീവനോടിരിക്കുന്നല്ലോ എന്നതിലാണ് എനിക്ക് അത്ഭുതം. പ്രതിനിമിഷം മരണതുല്യമായി യാതന മാത്രം തരുന്ന കൈപ്പേറിയ സംഭവങ്ങൾ മനസ്സിലോർത്തിരിക്കാത്ത വിഷം കഴിച്ച ഞാൻ മരിക്കാത്തതെന്താണ്? എൻ്റെ പൂജനായ പിതാവിൻ്റെ അന്ധതയെപ്പോലും പരിഹസിച്ചു. അതും ഒരു സ്ത്രീ. ഹോ, പൊള്ളുന്ന വാക്കുകൾ ഉയർത്ത അവളുടെ നാവ് ഞാൻ എന്തേ അരിഞ്ഞു കളയാഞ്ഞത്? അത് സാധിക്കാതെ കൗരവനായിരിക്കുന്നത് എന്തിന്? ആർക്കു വേണ്ടി? പറയൂ കർണ, ആർക്കു വേണ്ടി? ഞാൻ ചുമലിൽ കൈവച്ച് അയാളെ ശാന്തനാക്കാൻ ശ്രമിച്ചു. പക്ഷെ മെല്ലെ ശാന്തനായ കടലിൻ്റെ ആഴം പോലെ അയാളുടെ ഉള്ളിലെ ആൾ മനസ്സിലായില്ല. ഒരിക്കൽ എൻ്റെ കൈ പിടിച്ച് കിടപ്പുമുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അയാളെ ദുഃഖിപ്പിക്കാതിരിക്കുവാൻ അർദ്ധരാത്രിയിൽ ഞാനും കൂടെ പോയി. അദ്ദേഹം കൗരവ രാജസദസ്സിലെ സിംഹാസനം വരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആ സിംഹാസനത്തിന് ഇത്രയും അടുത്ത് ഞാൻ ഇതുവരെ പോയിരുന്നില്ല. പന്തയത്തിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങുന്ന സിംഹാസനത്തിന് പിറകിൽ പണിത സൂര്യവംശത്തിൻ്റെ പ്രതീകമായ സ്വർണ്ണവർണ്ണമാർന്ന സൂര്യപ്രതിമ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു, കർണ, നീ എൻ്റെ സമർത്ഥനായ കൂട്ടാളിയാണെങ്കിൽ സൂര്യവംശത്തിൻ്റെ ഈ പ്രതീകം തൊട്ട് പ്രതിജ്ഞ ചെയ്യും, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന്. കർണ, എനിക്ക് നിരന്തരം ഏകനാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് വരെ നിങ്ങൾ അങ്ങനെ ഒരു പ്രതിജ്ഞ ആവശ്യമായി വന്നിട്ടുണ്ടോ? ഇന്ന് തോന്നുന്നു. എനിക്ക് ഉപദേശമോ തത്വചിന്തയോ വേണ്ട. നിന്റെ അഖണ്ഡമായ മൈത്രിയുടെ പവിത്ര വാഗ്ദാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിത് സന്തോഷം പ്രദാനം ചെയ്യുമെങ്കിൽ ഞാനിതാ വാക്ക് തരുന്നു. ഞാൻ അയാൾ നീട്ടിയ കയ്യിൽ കൈവച്ചു. അടുത്ത് തന്നെ കാൽവിളക്കിൽ കത്തുന്ന പന്തത്തിൽ നിന്നും എണ്ണയുടെ ഒരു തുള്ളി പൊട്ടിത്തെറിച്ച് എൻ്റെ കയ്യിൽ വീണു. കവചം കാരണം കൈ പൊള്ളിയില്ല. തുടരും.